ഒന്നാമത്തെ ചോദ്യം പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന മിസ്റ്റർ മാത്യു വർഗീസിനോടാണ്. 2026-28 കാലയളവിൽ ഫോമയ്ക്കായി താങ്കളുടെയും താങ്കളുടെ പാനലിൻ്റെയും ദർശനം എന്താണ്? അത് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഫോമയുടെ സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട ഫോമ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, 2026-28 കാലയളവിലേക്കുള്ള ടീം പ്രോമിസിൻ്റെ ദർശനം വളരെ വ്യക്തവും ശക്തവുമാണ്. അതായത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന 4 മൂല്യങ്ങൾ വിശ്വാസവും സത്യസന്ധതയും ഉത്തരവാദിത്വവും സുതാര്യതയും എന്നുള്ളതാണ്. ടീം പ്രോമിസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ 4 മൂല്യങ്ങളാണ്. തീർച്ചയായിട്ടും ഫോമയെ അതിൻ്റെ പരമാവധി വളർച്ചയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെയും യുവജനങ്ങളെയും സ്ത്രീജനങ്ങളെയും അംഗസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോമയായിരിക്കണം അടുത്തു വരുന്ന 2 വർഷം ഞങ്ങൾ നയിക്കുവാൻ പോകുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ 6 പേരും ഈ ജനപതിയെ നേരിടുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്, വ്യക്തമായ കർമ്മപരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവൽ നടത്തി റീജിയണൽ തലത്തിലും നാഷണൽ തലത്തിലും യൂത്ത് ഫെസ്റ്റിവൽ നടത്തുകയും അതിൽ നിന്ന് വരുന്ന വിജയികൾക്ക് 2 വർഷം കഴിയുന്ന ഫോമയുടെ കൺവെൻഷനിൽ അവരുടെ പെർഫോമൻസ് നടത്തുവാൻ വേണ്ടിയുള്ള വേദി ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത കാലങ്ങളിൽ ഫോമയുടെ കൺവെൻഷനിൽ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ വന്നിട്ട് എന്ത് പരിപാടിക്കാണ് അവരെ വീക്ഷിക്കേണ്ടത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടീം പ്രോമിസ് വിജയിച്ചു വരികയാണെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബാങ്കറ്റ് നടത്തി അവർക്ക് അവിടെ പരസ്പരം അവരുടെ ബന്ധവും ഫ്രണ്ട്ഷിപ്പും ഷെയർ ചെയ്യുവാനുള്ള അവസരങ്ങൾ ടീം പ്രോമിസ് ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വുമൻസ് ഫോറത്തിന് അവരുടെ റീജിയണൽ കൺവെൻഷനും നാഷണൽ കൺവെൻഷനും നടത്തുകയും കുടുംബ സംഗമങ്ങൾ നടത്തുകയും സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തിയും കായിക മത്സരങ്ങൾ, വിവിധ സ്പോർട്സ് ടൂർണമെൻറ്റുകൾ ഞങ്ങൾ അമേരിക്കയിലെ വിവിധ സിറ്റികളിൽ നടത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ ഉൾപ്പെടുന്ന മയാമിയിലെ ടീം തുടങ്ങി വെച്ച വള്ളംകളി ഫോമയുടെ പേരിൽ മയാമിയിൽ നടത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂവെന്നും പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും നിർബന്ധമുള്ള ഒരു ടീമാണ് ഞങ്ങൾ 6 പേര്. ഞങ്ങൾ വളരെയധികം കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. വിദ്യാജ്യോതി സ്കോളർഷിപ്പാണത്. അതെന്താണെന്ന് ചോദിച്ചാൽ വെറും ഒരു സ്കോളർഷിപ്പ് അല്ല, അംഗസംഘടനകളെയും ഫോമയെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായിട്ടാണ് ഈ സ്കോളർഷിപ്പ് പ്രവർത്തിക്കുന്നത്. ഒരംഗ സംഘടന അവരുടെ ഒരു മെമ്പറിന്, ഒരു കുട്ടിക്ക്, ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ അംഗസംഘടന കൊടുക്കുന്ന സംഖ്യ ഫോമ മാച്ച് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ഫണ്ടാണ്. അതോടൊപ്പം തന്നെ അംഗസംഘടനകളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ ഫോമ ഇനി മുന്നോട്ട് പോകൂവെന്ന് ഉറച്ച വിശ്വാസമുള്ള 6 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അംഗസംഘടനകളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഫോമ ആപ്പും ഫോമ ന്യൂസ് ലെറ്ററും സൂം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് ഫോമയുടെ എല്ലാ പ്രവർത്തനങ്ങളും അമേരിക്കയിലും കാനഡയിലെയും മലയാളികളിൽ എത്തിക്കുമെന്നും അംഗസംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും ഫോമയുടെ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഞാനും ഞങ്ങൾ 6 പേരും ചെയ്യുമെന്നും നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ ഫോമയെ അതിൻ്റെ വളർച്ചയുടെ ഉച്ചകോടിയിൽ എത്തിക്കുവാൻ ഞങ്ങൾ നിരവധി കർമ്മ പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെങ്കിൽ ഈ 6 പേരെയും നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ നടക്കുകയൂ എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്കും എൻ്റെ ഈ ടീം അംഗങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് വളരെ താഴ്മയായി എളിമയോട് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇതിന് അവസരം ഉണ്ടാക്കി തന്ന ഈ റീജിയന് ടീം പ്രോമിസിന്റെ പേരിൽ അതിന്റെ ലീഡർ എന്നുള്ള നിലയിൽ എല്ലാവിധ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ അവസാനത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന ടീം പ്രോമിസിൻ്റെ മാത്യു വർഗീസിനോടാണ്. പലപ്പോഴും ഫോമയുടെ
എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നാഷണൽ കമ്മിറ്റിയെ സമയാധിഷ്ഠിതമായി അറിയിക്കുന്നില്ല. അവിടെ കൊണ്ടും തീരുന്നില്ല. നാഷണൽ കമ്മിറ്റി പലപ്പോഴും RVPമാർ അത് റീജനെ അറിയിക്കുന്നില്ല. റീജൻ അറിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുകൂടെ പറയാറുണ്ട് 100 അംഗസംഘടനകളൊക്കെ ചേർന്നതാണ് ഫോമായെന്ന്. പക്ഷേ ഈ സംഘടനകൾ പലപ്പോഴും ഡെലിഗേറ്റ്സിൻ്റെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ യാതൊരു വിധത്തിലും ഈ അംഗസംഘടനകൾ ഫോമായുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു പരാതി അഥവാ ആൾക്കാർക്ക് ഒരു പ്രയാസം മനസ്സിലുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കുവാൻ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ പാനൽ എന്ത് വിഭാവനം ചെയ്യുന്നു? താങ്ക് യു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ RVP ജോഷുവ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണ് അടുത്ത കാലത്ത് ഫോമയിൽ സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഒരു സംഘടനയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ചിലരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമയത്താണ് ഏതൊരു സംഘടനയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 40 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ സാംസ്കാരിക സാമുദായിക സംഘടനകളിലും മീഡിയ രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും ഈ സംഘടനയെ 2 വർഷം എല്ലാവരെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായ ധാരണയും പരിചയവും എനിക്കുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് വരെ ഒരു കറപുരളാത്ത കരങ്ങളുമായിട്ടാണ് ഞാൻ ഈ ഫോമയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. എനിക്ക് ഈ സ്ഥാനത്ത് വരണമെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പിൽ വരാമായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് പിൻനിരയിൽ നിന്നിട്ട് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യവുമായിട്ടാണ് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരുമ്പോൾ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഒരു സംഘടനയെ എങ്ങനെ നയിക്കുമെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് വരെ ഒരു സംഘടനയിലും ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾക്കാർക്കും അറിവുള്ളതില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ ഈ 5 പേരെ ഞാൻ തിരഞ്ഞെടുത്തതിന് വ്യക്തമായ ധാരണയുണ്ട്. വ്യക്തമായി ഞങ്ങൾ ഒരേ ആശയത്തോടും ഒരേ അഭിപ്രായത്തോടും ഒരേ കർമ്മപരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് വ്യക്തിപരമായ അജണ്ട ഇല്ല, ഞങ്ങൾക്ക് അധികാരമോഹവുമില്ല. പക്ഷേ അമേരിക്കൻ മലയാളികൾക്കും മലയാളി സമൂഹങ്ങൾക്കും അംഗസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഒരു ആശയവിനിമയത്തോടുകൂടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോമ ആപ്പും ഫോമ ന്യൂസ് ലെറ്ററും സൂം കണക്റ്റും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അംഗസംഘടനകളിലേക്കും റീജിയനുകളിലേക്കും നാഷണൽ കമ്മിറ്റിയിലേക്കും ഫോമയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ പരിപാടികളും അതേ സമയം തന്നെ എത്തിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു 90% അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള എനിക്ക് വളരെ ദൃഢമായ നിശ്ചയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഫോമയിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നുവെങ്കിൽ അതിന് ശക്തമായ ഒരു കമ്മിറ്റി വരണമെന്നുണ്ടെങ്കിൽ എത്ര സ്ഥാനങ്ങൾ അടുപ്പിച്ച് വഹിച്ചു എന്നുള്ളതല്ല, ആ സ്ഥാനങ്ങൾ വഹിച്ചപ്പോൾ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ടീം പ്രോമിസ് നയിക്കുന്ന ഈ ടീമിനെ നിങ്ങൾ വിനീതമായിട്ട് വോട്ടുകൾ തന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.